ഇംഗ്ലീഷിൽ പരിചിതമായ ഒരു ചൊല്ല് ഇപ്രകാരമുണ്ട്: മാനുഫാക്ചർ ഡസൻ മേക്ക് എ ലോക്ക് വിത്തൗട്ട് എ കീ. അതായത് ലോക്ക് ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചർ ഒരിക്കലും അതിൻ്റെ കീ ഇല്ലാതെ ലോക്ക് മാത്രമായി ഇന്ന് വരെ ഉണ്ടാക്കിയ ചരിത്രമില്ല. നമുക്കറിയാം, ഒരു ലോക്ക് അല്ലെങ്കിൽ ഒരു താഴ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ പോകുമ്പോൾ അതിനോടൊപ്പം ഒന്നോ രണ്ടോ അതിലധികമോ സ്പെയർ കീ കൂടി അല്ലെങ്കിൽ താക്കോൽ കൂടി അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാകും. ഇന്ന് വരെയും ഒരു ഉൽപ്പാദകൻ ലോക്കില്ലാതെ ഒരു താഴ് ഉണ്ടാക്കിയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. നമ്മൾ തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഇപ്രകാരം ഒരു വാക്യം വായിക്കുന്നുണ്ട്: അവൻ പരീക്ഷയോടുകൂടി പോക്ക് വഴിയും ഉണ്ടാക്കുന്ന ദൈവമാണ്. യശയ്യാപ്രവാചകനിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പറയുന്ന മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ദൈവം തുറന്നു തരാൻ ശക്തനാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എവിടെയൊക്കെയോ സ്റ്റക്കായി പോയിട്ടുള്ള, എവിടെയൊക്കെയോ വഴി അടയപ്പെട്ട് ദിക്കറിയാൻ കഴിയാതെ, ദിശ അറിയാൻ കഴിയാതെ, വഴി തുറക്കപ്പെടാൻ കഴിയാതെ സ്റ്റക്കായിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഏതെല്ലാം പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ടാലും, ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നാലും, ഏതെല്ലാം പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വന്നാലും അതിൻ്റെ നടുവിൽ ഒരു വഴി നമുക്ക് വേണ്ടി തുറക്കുന്ന ഒരു ദൈവമാണ്. ഗോഡ് വിൽ മേക്ക് എ വേ. നമുക്ക് വേണ്ടി പ്രശ്നങ്ങളുടെ നടുവിൽ, നമുക്ക് വേണ്ടി പ്രതികൂലങ്ങളുടെ നടുവിൽ, നമുക്ക് വേണ്ടി കഷ്ടതകളുടെ നടുവിൽ, ദിക്കറിയാതെ ദിശയറിയാതെ നട്ടം തിരിയുന്നവരായി പലപ്പോഴും നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരു വഴി തുറന്നു തരാൻ, നമ്മെ നല്ല പാതയിലേക്ക് നടത്താൻ കഴിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഏതെല്ലാം രീതിയിലാണ് ദൈവം വഴി തുറക്കുന്നത്? ഒന്ന്, നമ്മൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ദൈവം വഴി തുറക്കാൻ ശക്തനാണ്. ഇസ്രയേൽ അടിമത്തത്തിലായിരുന്നപ്പോൾ അവർ വിടുതലിലേക്ക് പുറപ്പെട്ടു. നമുക്കറിയാം, മുമ്പിൽ ചെങ്കടൽ ഇങ്ങനെ കിടക്കുമ്പോൾ പുറവിൽ ഫറവോൻ്റെ സൈന്യം വരികയാണ്. മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, പിറകോട്ട് പോകാൻ കഴിയുന്നില്ല. മുൻപിൽ ചെങ്കടൽ, പിമ്പിൽ ഫറവോൻ്റെ സൈന്യം. എങ്ങനെ മുന്നോട്ട് പോകും? ഇവിടെ ഞങ്ങളുടെ ശവപ്പറമ്പാണ്, ഇവിടെ ഞങ്ങളുടെ അവസാനമാണ് എന്ന് കരുതിയ ഇടത്ത് അവർ ചിന്തിക്കാത്ത, അവർ കരുതിയിട്ടില്ലാത്ത ഒരു വഴി ആ ചെങ്കടലിൻ്റെ നടുക്ക് ദൈവം തുറന്നു. ആ വഴിയുടെ പ്രത്യേകത, അന്നുവരെയും ആ വഴി ആരും കണ്ടിട്ടില്ല, അതിന് പിന്നെയും ആ വഴി ആരും കണ്ടിട്ടില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇസ്രയേലിന് വേണ്ടി ദൈവം വഴി തുറന്നെങ്കിൽ, എൻ്റെ സ്നേഹിത, ഒരുപക്ഷെ ചില വിഷയങ്ങളുടെ മുഖത്ത് നമ്മൾ ഭയചികിതരായി നിൽക്കുമ്പോൾ ആ സ്ഥാനങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വഴി തുറന്നു തരാൻ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ദൈവം ശക്തനായ ദൈവമാണ്. രണ്ട്, നമുക്ക് വേണ്ടി മാത്രമായി തുറക്കപ്പെടുന്ന ചില വഴികളുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു, ഇസ്രയേൽ ചെങ്കടലിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അന്ന് അവർക്ക് വേണ്ടി തുറന്ന വഴി അവർക്ക് വേണ്ടി മാത്രം തുറക്കപ്പെട്ട വഴിയാണ്. അതിനു മുമ്പ് ആർക്കും തുറന്നിട്ടില്ലാത്ത, അതിനുശേഷം ആർക്കും തുറന്നിട്ടില്ലാത്ത, അതുവരെയും ആരും കണ്ടിട്ടില്ലാത്ത ഒരു വഴി ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി ദൈവം തുറന്നെങ്കിൽ, ഇന്ന് പകൽ ചില വഴികൾ അടയപ്പെട്ട, ചിലതിൻ്റെ മുഖത്ത് നിരാശയോടെ ആയിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ഇന്ന് ഈ സമയത്ത് വിളിച്ചു പറയട്ടെ, നമുക്ക് വേണ്ടി മാത്രമായി, സ്നേഹിത, താങ്കൾക്ക് വേണ്ടി മാത്രമായി ഒരു വഴി തുറന്നു തരാൻ ഇന്നും ദൈവം ശക്തനായ ദൈവമാണ്. പരീക്ഷയോടുകൂടി പോക്കുവഴികൾ അവൻ ഒരുക്കിയിട്ടുണ്ട്. പരീക്ഷ മാത്രം തന്ന് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലൂടെ കടത്തിവിട്ട് എന്നേക്കും അത് നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. അതിൻ്റെ നടുവിൽ ഒരു പോക്കുവഴി ഒരുക്കി തരുന്ന ഒരു ദൈവമാണ്. ഇനി എന്താണ് പോക്കുവഴി? നമുക്കറിയാം, രാജകൊട്ടാരങ്ങളിൽ ഇപ്പോൾ അന്യം നിന്ന് പോയിട്ടുള്ള ചില കൊട്ടാരങ്ങൾ നമ്മൾ സന്ദർശിക്കുമ്പോൾ അവിടെ നമുക്കറിയാം ചില പോക്കുവഴി, അല്ലെ ചില ശത്രു രാജ്യങ്ങൾ ആ രാജാവിനെ ആക്രമിക്കാൻ വരുമ്പോൾ ശത്രു രാജാക്കന്മാരുടെ സൈന്യങ്ങളുടെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവർക്ക് ഒളിച്ചു പോകാൻ വേണ്ടി ഒരു ചെറിയ തുരങ്കം പോലൊരു വഴി ഒരുക്കിയിട്ടുണ്ട്. അതിനെയാണ് പോക്കുവഴി എന്ന് പറയുന്നത്. ശത്രു കാണാതെ രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്ന ഒരു വഴി. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വേണ്ടി അത്തരത്തിൽ ഒരു വഴി കരുതി വെച്ചിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുമെങ്കിൽ ആ വഴി നമുക്ക് വേണ്ടി തുറക്കാൻ നാളുകൾ അധികമില്ല. അതിനുവേണ്ടി കാത്തിരിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ആ വഴി ദൈവം തുറക്കാൻ ഇന്നും ശക്തനായ ദൈവമാണ്. താങ്ക് യു.